ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു വാക്ക് വിത്ത് ദിവ്യ. എനിക്ക് തോന്നുന്നു നമ്മൾ ബുക്സിന്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. മേ ബി ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ഒരു 4 to 5 നല്ല ബുക്സ് വായിച്ചിട്ടുണ്ട്. സോ ഐ തോട്ട് ഐ ഷെയർ എ വീഡിയോ ഓൺ ദാറ്റ്. സോ ദ ഫിഫ്ത് വൺ ഇസ് ഡേയ്സ് അറ്റ് മൊറിസാക്കി ബുക്ക് ഷോപ്പ്. ഒരു ചെറിയ സിമ്പിൾ ബുക്കാണ്, ബട്ട് ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ. എന്റെ ഫ്രണ്ട് അഖില എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് സെൽഫ് ഹെൽപ്പ് ബുക്സ് ആൻഡ് അഖില കുറച്ചുകൂടി ഫിക്ഷൻ നോവലിലേക്കൊക്കെ ഇൻക്ലൈൻഡ് ആണ്. സോ ഇത് രണ്ടും കൂടി ഒത്തു വരുന്ന രീതിയിൽ ഒരു ബുക്ക് കുറേ സെർച്ച് ചെയ്ത ആള് കണ്ടുപിടിച്ച് വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഒരു വെൽ റിട്ടൺ സ്റ്റോറി ലൈനിലൂടെ റീഡറിനെ സെൽഫ് ഡിസ്കവറി, സെൽഫ് റിയലൈസേഷൻ തുടങ്ങിയ ഫേസസിലൂടെ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു കാം ആൻഡ് കോസി ബുക്കാണ് ഇത്. എനിക്ക് വളരെ ഇഷ്ടമായ ഒരു കുട്ടി ബുക്ക്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ഒരിക്കൽ ബൈ എൻ മോഹനൻ. ഇത് ഞാൻ ആക്ച്വലി വാങ്ങിച്ചത് കുറെ സോഷ്യൽ മീഡിയ പേജസിലൊക്കെ ഇതിലെ ലാസ്റ്റ് ഫ്യൂ ലൈൻസ് കണ്ടിട്ടാണ്. എനിക്ക് അതിലെ വേർഡ്സ് ഭയങ്കര ഇഷ്ടം. ഐ എം എ പേഴ്സൺ ഹു ഇസ് ഫോണ്ട് ഓഫ് വേർഡ്സ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു ബുക്കാണ്. എനിക്ക് തോന്നുന്നു മലയാളം നോവലൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയ, ലൈറ്റർ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന, എന്നാൽ കുറെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സ്വീറ്റ് ബുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മലയാളം ബുക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, നോവൽസ് ഇഷ്ടപ്പെടുന്ന ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബുക്കാണ്. ആൻഡ് ദ തേർഡ് വൺ, അതിന്റെ ഫിസിക്കൽ കോപ്പി ആക്ച്വലി എന്റെ ഇല്ല, ബട്ട് ഐ വുഡ് റിയലി ലൈക്ക് ടു ഗെറ്റ് എ ഫിസിക്കൽ കോപ്പി ഓഫ് ഇറ്റ്. ആർട്ട് ഓഫ് ലേസിനെസ് എന്നുള്ള ബുക്കാണ്. സെൽഫ് ഹെൽപ്പ് ജോണറിൽ വരുന്ന, അത് വളരെ സിമ്പിൾ ആയിട്ട് കുറേ ലെസൺസ് കവർ ചെയ്യുന്ന ഒരു ബുക്കാണ്. എനിക്ക് തോന്നുന്നു ഈ വചനപ്പെട്ടിയൊക്കെ ഇല്ലേ, നമ്മളൊരു കൺഫ്യൂഷൻ വരുമ്പോൾ ഒരു വചനം എടുത്ത് നോക്കുന്ന പോലെ പ്രൊഡക്ടിവിറ്റിയുടെ കേസിൽ നമുക്ക് ഈസിലി റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് അത്. മേ ബി ഏർലി ടീനേജിൽ അല്ലെങ്കിൽ അതിലും മുമ്പ് തന്നെ വായിച്ചാൽ മനസ്സിലാകുന്ന പ്രായം തൊട്ടുള്ള ആളുകൾക്ക് വായിക്കാൻ പറ്റിയ, മേ ബി റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബുക്കാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു ബുക്കാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് തിങ്ക് ലൈക്ക് എ മോങ്ക്, ജയ് ഷെട്ടിയുടെ. ഇതും സെൽഫ് ഹെൽപ്പ് ജോണറിൽ വരുന്ന ഒരു ബുക്കാണ്. ഇതെങ്ങനെയാ മറ്റ് സെൽഫ് ഹെൽപ്പ് ബുക്സിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആവുന്നതെന്ന് വെച്ചാൽ ഒരു മോഡേൺ എറ സെൽഫ് ഹെൽപ്പ് ബുക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റതൊക്കെ വായിക്കുമ്പോൾ മേ ബി വേറൊരു പീരീഡ് ഓഫ് ടൈമില് വേറൊരു സ്ഥലത്ത് നടക്കുന്ന പോലെയൊക്കെയാണ് പലപ്പോഴും തോന്നുക. പക്ഷെ ഇത് നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കറക്റ്റ് എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ളതാണല്ലോ എന്ന് തോന്നുന്ന ഒരു ബുക്കാണ്. ഈ കാലത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ബുക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു മസ്റ്റ് റീഡ് ബുക്കാണ് ഇഫ് യു റിയലി ലൈക്ക് സെൽഫ് ഹെൽപ്പ് ബുക്സ്. ആൻഡ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വൺ ഇസ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഞാൻ വിചാരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും കാലം വായിക്കാതിരുന്നത്, ഇത്രയും താമസിച്ചു പോയതെന്നൊക്കെ. ഇതെനിക്ക് തോന്നുന്നു ഏതൊരു അഡൾട്ടും വായിച്ചിരിക്കേണ്ട ഒരു മസ്റ്റ് റീഡ് ബുക്കാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി ആണ് ഇതിന്റെ ജോണർ വരുന്നത്. ആൻഡ് നമ്മള് മേ ബി പലരും ഫിനാൻഷ്യലി വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. എങ്കിലും ഫിനാൻഷ്യൽ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് കാണിച്ചു തരുന്ന, വളരെ നല്ലൊരു ഇൻസൈറ്റ് തരുന്ന ഒരു ബുക്ക് തന്നെയാണ്. വായന ഇഷ്ടമുള്ള ആളുകളാണെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. സോ ഹൂവർ യു ആർ, ഇത് വായിച്ചിട്ടില്ലെങ്കിൽ ഐഡ് സേ ഡു റീഡ് ഇറ്റ്. ഇതൊക്കെ ഈ ബുക്സിലുള്ള എന്റെ പേഴ്സണൽ ടേക്ക് ആണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. സോ that's it for the day. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു വാക്ക് വിത്ത് ദിവ്യ. താങ്ക് യു, ബൈ.